ഹലോ ബഡീസ്, വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ട്രിപ്സ് ഓൺ ദ റോഡ്. ഫ്രാൻസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെല്ലാം അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് എടുത്ത് വെക്കേണ്ടതാണ്. എസ്പെഷ്യലി ഡിസ്നിലാൻഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതിനാൽ നിങ്ങൾ ടിക്കറ്റ് നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ലൂവർ മ്യൂസിയം അതുപോലെയാണ്, ഭയങ്കര തിരക്കാണ്. മണിക്കൂറുകൾ നീണ്ട ക്യൂ നിൽക്കേണ്ടി വരും. അതിനാൽ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇവിടെ എന്താണ് ഇത്ര തിരക്കുന്നത്? ഫ്രഞ്ച് രാജാക്കന്മാരുടെ മുൻ കൊട്ടാരമാണിത്. ലൂയി 14 കാലത്താണ് ഇത് പണിയെടുപ്പിച്ചത്. ലിയോണോ ഡാവിഞ്ചിയുടെ വിശ്വവിഖ്യാതമായ മോണാലിസ ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പ്രശസ്തമായ ഗ്രീക്ക് പ്രതിമകളായ വീനസ് ദ മിലോ, വിങ്സ് വിക്ടറിയുമെല്ലാം ഇവിടെ നമുക്ക് കാണാം. ഇതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അടുത്തതായി മൗലിൻ റോഷാണ്. ഇത് ഫ്രാൻസിലെ പ്രശസ്തമായ കാബ്രറ്റ് ഡാൻസ് നടക്കുന്ന സ്ഥലമാണ്. ഇതിന് കൺകൺ ഡാൻസ് എന്നാണ് പറയുന്നത്. ഇവിടെയും ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. വരുന്നതിന് മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഷോ കാണാൻ പറ്റും. പിന്നെ ഫുഡും ഡ്രിങ്ക്സും എല്ലാം അവർ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് ഈഫൽ ടവർ, ഇതിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇതിൻ്റെ മുന്നിൽ എപ്പോഴും തിരക്കാണ്. പിന്നെ ടിക്കറ്റ് കിട്ടാൻ സംടൈംസ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് ഇവിടെയും ബുക്ക് ചെയ്തിട്ട് വന്നിരുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നീണ്ടൊരു ക്യൂ തന്നെ നിൽക്കേണ്ടി വരും. പബ്ബും ക്ലബ്ബും നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഈ പബ് ക്രാളിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ ബുക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ആ ഒരു ഗ്രൂപ്പിൽ കാണും. അപ്പോൾ അവർ തന്നെ നമ്മളെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പബ്ബിലും ക്ലബ്ബിലും എല്ലായിടത്തും ആ നൈറ്റിൽ തന്നെ നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യാം. ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ ചില പബ്ബുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സോളോ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പം നമ്മളെ കയറ്റത്തില്ല. അവർ ചിലപ്പോൾ കപ്പിൾസിന് മാത്രമായിരിക്കും ചിലപ്പം അവർ എൻട്രി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ക്ലബ് ക്രാൾ പോലുള്ളത് നമ്മൾ ഈ ടൂറിസ്റ്റേഴ്സായിട്ട് പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതായിരിക്കും. രാവിലെ ജനറേറ്റർ പാരീസ് എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ താമസിച്ചത്. കുഴപ്പമില്ലാത്ത അക്കോമഡേഷൻ ആയിരുന്നു. പക്ഷേ ഞാൻ വളരെ ലോ എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐ തിങ്ക് ഐ പേയ്ഡ് 25 പൗണ്ട്. ബട്ട് ഇറ്റ് വാസ് ഓക്കെ ബിക്കോസ് ഷവർ റൂമുണ്ട്. ഒരു 4 ബെഡ്റൂമിൻ്റെ 4 ബങ്കർ ബെഡാണ് അത് വരുന്നത്. പക്ഷേ 4 ബെഡ്റൂം കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ചീപ്പായിട്ട് ട്രാവൽ ചെയ്യണമെന്ന് നോക്കുമ്പോൾ മെയിനായിട്ട് ഇങ്ങനെയുള്ള ലോ എക്സ്പെൻസ് ആയിട്ടുള്ള പ്ലേസുകളായിരിക്കും നോക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇതാണ് ഹോട്ടലിൻ്റെ നെയിം, ജനറേറ്റർ പാരീസ്. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത റൂം. 4 ബങ്കർ ബെഡുകൾ വരുന്ന ഒരു ഷെയർ റൂമാണിത്. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. അതായത് ഒരു സിങ്ക്, വാഷ് ബേസിനുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, ഷവർ റൂമുണ്ട്. എല്ലാം ഈ റൂമിൽ തന്നെയാണ് വരുന്നത്. ബങ്കർ ബെഡ് എടുക്കുമ്പോൾ നിങ്ങളൊരു ലോക്ക് കയ്യിൽ കരുതുക. കാര്യം ഇതിനൊരു ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. നമ്മളെ ബെഡിന് നേരെ താഴെയായിട്ടാണ് വരുന്നത്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ലോക്ക് ഇട്ട് പൂട്ടിയേക്കാം, നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. മെയിൻ പാരീസ് സെൻറ്ററിലല്ല, ഒരല്പം അകലെയാണ്. എന്നിരുന്നാലും ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തോടും ആക്സസിബിൾ ആണ്. നിങ്ങൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ താഴെ ഒരു ഇൻഫർമേഷൻ ഡെസ്ക് കാണും. അവരോട് സംസാരിക്കുക, നിങ്ങൾക്ക് 1 ഡേ പാസ് വേണമെന്ന്. 12 യൂറോയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ്. തൊട്ടടുത്തുള്ള സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഫ്രഞ്ച് ലാംഗ്വേജിലായിരിക്കും കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. സോ നിങ്ങൾക്ക് അവരോട് സംസാരിച്ച ശേഷം 12 യൂറോ പേയ്മെൻറ്റ് എടുത്ത് ആ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഡേ ആ കാർഡ് കൊണ്ട് ട്രാവൽ ചെയ്യാം. 12 യൂറോ എന്ന് പറയുമ്പോൾ നമുക്കത് ഏറ്റവും ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അല്ലാതെ നിങ്ങൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എമൗണ്ട് ആവും. ടാക്സിക്കൊക്കെ ഭയങ്കര ചാർജാണ് അവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ മെട്രോയിലെ പാസ്. ഈഫൽ ടവറിൻ്റെ തൊട്ട് താഴെയാണ് ക്രൂസിന് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട സ്ഥലം. അവിടെയും കുറച്ച് തിരക്കാണ്. എന്നിരുന്നാലും അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് മുന്നേ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അടുത്ത ക്രൂസ് വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റും. ക്രൂസിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ റിവറിൻ്റെ 2 സൈഡിലായും ഫ്രാൻസിൻ്റെ പൗരാണിക നിർമ്മിതികൾ നിങ്ങൾക്ക് കാണാം. ക്രൂസ് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ദൃശ്യാനുഭവമാണ് തരുന്നത്. അതുകൊണ്ട് ഇതാരും ഒരിക്കലും മിസ് ചെയ്യരുത്. ക്രൂസിലെ യാത്രയെ പറ്റിയുള്ള ഒരു പ്രത്യേക വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. കൂടുതൽ ഫ്രഞ്ച് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.